ലൈവിൽ ജയിൽ നോമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അനുമോള് നോമിനേറ്റ് ചെയ്യുകയാണ്. ആദ്യം പറഞ്ഞ പേര് അനീഷിനെയാണ്. ഞാൻ ജയിൽ നോമിനേറ്റ് ചെയ്യുന്നത് അനീഷേട്ടനെയാണ്. കാരണം വന്ന അന്ന് മുതൽ അനീഷേട്ടൻ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് കാണുന്നത്. അനീഷേട്ടന് ആദിലയോട് എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ മാറ്റി നിർത്തി സംസാരിക്കണം. കൂടെ നിൽക്കുന്ന വ്യക്തികളെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നില്ല. നമുക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാവുന്നതിനെ പറ്റിയും നിങ്ങൾ ചിന്തിക്കുന്നില്ല. വളരെ സ്ട്രോങ് ആയിട്ടാണ് അനുമോള് സംസാരിക്കുന്നത്. വന്ന അന്ന് മുതൽ ഇന്ന് വരെ ഈ കാര്യത്തിൽ പുള്ളിക്കൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ലെന്ന് അനുമോള് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ടാസ്കിൽ എനിക്ക് ക്വാളിറ്റി ഇൻസ്പെക്ടർ എന്നുള്ള ഒരു റോള് തന്നത് ബിഗ് ബോസ് ആണ്. ഞാൻ ആ റോള് കറക്റ്റായിട്ടാണ് ചെയ്യുന്നത്. ആ ടാസ്ക് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് എത്ര കോയിൻ കിട്ടും, എനിക്ക് എത്ര പോയിൻറ്റ്സ് കിട്ടും എന്നുള്ളത് മാത്രമാണ് ഞാൻ നോക്കുന്നത്. ബിഗ് ബോസ് തന്നെയാണ് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നേരത്തെ വന്ന ഹോട്ടൽ ടാസ്കിൽ ഞാൻ കോയിന് വേണ്ടിയിട്ടോ സ്റ്റാറിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല ഞാൻ കളിച്ചിരുന്നത്. എനിക്ക് എന്ന ടാസ്ക് ഞാൻ വളരെ മനോഹരമായി ചെയ്യാൻ മാത്രമാണ് ശ്രമിച്ചത്. അല്ലാതെ ഞാൻ കോയിന് വേണ്ടിയോ ഒന്നുമല്ല ടാസ്ക് ചെയ്തതെന്ന് അനുമോള് പറയുന്നുണ്ട്. ആരോ അവിടെ ഒരു സൗണ്ട് ഉണ്ടാക്കി. അപ്പോൾ അനുമോള് ചോദിക്കുന്നുണ്ട്, ഇവിടെ ആർക്കെങ്കിലും എരിയുന്നുണ്ടോ, എരിച്ചിലുണ്ടോ? ശരിക്കും ഒരു ക്വാളിറ്റി ഇൻസ്പെക്ടർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് മാത്രമാണ് ഞാൻ ആ ടാസ്കിൽ ചെയ്തത്. നമുക്ക് കൈക്കൂലി കിട്ടിയാലോ അല്ലെങ്കിൽ ഒന്ന് കണ്ണടച്ചാലോ എല്ലാം കേൾക്കുന്ന ഒരു ക്വാളിറ്റി ഇൻസ്പെക്ടർ ആയല്ല ഞാൻ ആ റോള് ചെയ്തത്. അത്ര മാത്രമേ ഉള്ളൂ ആ ടാസ്ക്. ആ റോള് വളരെ മനോഹരമായി ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നും അനുമോള് പറയുന്നുണ്ട്. പിന്നെ ആ ടാസ്കിൽ നിങ്ങൾ ബോട്ടിൽ ഊതി, പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് തുടയ്ക്കുന്ന സമയത്തും അതിന് ഹൈജീൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. തുപ്പൽ കൊണ്ട് തുടയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ഗ്ലൗസ് ഇട്ടിട്ടില്ല. നിങ്ങളുടെ മുടിയാണോ വേറെയുള്ള മുടിയാണോ, നിങ്ങളുടെ താടിയാണോ, അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ അതിനകത്ത് മുടിയുണ്ടായിരുന്നു. ഇതെല്ലാം ഹൈജീൻ്റെ ഇഷ്യൂകളാണ്, നിങ്ങൾ മനസ്സിലാക്കണം. അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. അനീഷ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇതെല്ലാം ഞാൻ മാത്രമാണോ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, ഞാൻ എന്നെപ്പറ്റി പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്. വലിയൊരു പാത്രത്തിലിട്ട് ആണ് നിങ്ങൾ ജ്യൂസ് കലക്കിയത്, അല്ലാതെ നിങ്ങളൊരു ബോട്ടിലിട്ട് കലക്കിയതൊന്നുമല്ല. പിന്നെ ഇവിടെ ഞാനെന്നല്ല, വേറെ ഏതൊരു ക്വാളിറ്റി ഇൻസ്പെക്ടറാണെന്ന് പറഞ്ഞാലും അവരാരും ഇത് എടുക്കത്തില്ല. ഈ ജ്യൂസ് കലക്കേൻ്റെ അടുത്താണോ നിങ്ങളുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നതെന്ന് അനീഷ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോള് പറയാണ്, ഞാനത് കണ്ടു, ഞാൻ ആ മുടി കണ്ടതുകൊണ്ട് ഞാൻ അതിൻ്റെ ടേസ്റ്റ് ചെയ്യാൻ പോയില്ല. അല്ലെന്ന് ക്വാളിറ്റി ചെക്കിങ്ങിനകത്ത് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല ആ ബോട്ടിൽ. കാരണം അതിനകത്ത് മുടി ഉള്ളത് കൊണ്ട് ഞാനത് കുടിച്ച് നോക്കിയതേ ഇല്ല. അപ്പോഴേക്കും ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റുകളോട് ആ ഒരു ടാസ്കിനെ പറ്റി പറഞ്ഞു തുടങ്ങി. പിന്നെ മൊത്തത്തിലൊരു ബഹളമായത് കാരണം ഒന്നിൽ പറയുന്നുണ്ട് സൈലൻസ്. പെട്ടെന്ന് അനുമോള് പിന്നെ പറഞ്ഞു തുടങ്ങി. ഈ ഒരു കാരണത്താൽ ഞാൻ അനീഷ് ഏട്ടനെ ജയിൽ നോമിനേറ്റ് ചെയ്യുന്നു.